കുറച്ച് ദിവസങ്ങളായിട്ട് അസ്മിന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കൊല ചെയ്യപ്പെട്ട വാർത്ത നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് അതിന്റെ ചില റിപ്പോർട്ടുകൾ നമുക്കൊന്ന് കേൾക്കാം. സംബന്ധിച്ച് അന്വേഷിച്ചതിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ഉള്ളവർ ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധം വേർപെടുത്തിയതിനു ശേഷം രണ്ടാമത് കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും അയാളുമായി വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ഈ ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കാൻ കഴിയും. ഈ ജോബിൻ ജോർജിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചതിൽ കായംകുളത്ത് സ്വദേശിയാണെന്നും അയാളും ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹ ബന്ധം വേർപെടുത്തിയതിനു ശേഷം കൊട്ടാരക്കര സ്വദേശിയായ ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും അവരോടൊത്ത് ഏകദേശം 3 മാസം മാത്രം താമസിച്ചു. അവരുമായി വഴക്കുണ്ടാകുകയും അവരെ ദേഹോദ്രം ചെയ്തതിനെ തുടർന്ന് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും 1.5 മാസത്തോളം ജയിൽ വാസം അനുഭവിക്കുകയും ചെയ്ത ആളാണെന്നും അറിയാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് മാവേലിക്കര താമസിച്ച് വരുമ്പോഴാണ് നമ്മുടെ കേസിലേക്ക് കൊല്ലപ്പെട്ട ഹസ്ബൻഡുമായിട്ട് പരിചയത്തിലാവുകയും ഇവർ തങ്ങളിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ മരണ വാർത്ത ഇതില് ഈ അസ്മിന എന്ന് പറയുന്ന സഹോദരി, ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ, ഈ 2 പേരുടെയും അവസ്ഥ ഈ ഒരു കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരാണ് എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നത്. ഈ അവിഹിതം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ജീവിതത്തിൽ സുഖം ലഭിക്കുന്നതല്ല. ഒരു നേരത്തെ സുഖം, എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് നേടാനുണ്ടെങ്കിൽ അന്നത്തെ ആ നേട്ടത്തിന് മാത്രമുള്ളതാണ് അവിഹിതം. ഇത് അവൾക്കൊരു സുഖം, അവരുടേതായിട്ടുള്ള ഒരു തീരുമാനപ്രകാരം അവന്റെ കൂടെ ഇറങ്ങി അന്നത്തെ ആ ഒരു ഇതോട് കൂടെ കഴിഞ്ഞു. ഇതിൽ അല്ലാഹു തആല ശപിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ഇങ്ങനെ അവിഹിതത്തിലൂടെ വ്യഭിചാരങ്ങളിലൂടെ നടക്കുന്ന ആളുകളെന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ കുറിച്ച് ആ സ്ത്രീക്ക് നന്നായിട്ടറിയാം. കാരണം അദ്ദേഹം മുമ്പ് ഒരു വിവാഹം കഴിച്ചതും അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. എന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വഭാവം മുഴുവനും മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും എന്തിനാണ് ഈ ഒരു സഹോദരി ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്നത്? അങ്ങനെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഓക്കെയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ മുമ്പുള്ള അവസ്ഥയും കേസും കാര്യങ്ങളൊക്കെ അറിയാലോ. അദ്ദേഹം ഓക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു കേസ്, അങ്ങനത്തെ ഒരു വിഷയം ആ ഒരു സഹോദരന് വരില്ലല്ലോ. പിന്നെയും അത് വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. വീണ്ടും അദ്ദേഹത്തെ, അങ്ങനത്തെ ആളുകളെ എന്തിനാണ് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? അതുകൊണ്ടാണ് ഈ സഹോദരിക്ക് ഈ ഒരു മരണത്തിലേക്ക് എത്തപ്പെട്ടത് എന്നറിയാം. വീണ്ടും ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സഹോദരിയുടെ മറ്റൊരു വിഷയം, അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ, അത് നമുക്കൊന്ന് കേൾക്കാം. റൂമിൽ 2 പേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ്. റൂമിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച ശേഷം ഇവർ തങ്ങളിൽ പ്രശ്നം ഉണ്ടായത് അസ്മിനയുടെ 2ാം വിഭാഗത്തിലുള്ള കൊച്ചിനെ കാണാൻ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കവുമായി. ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ ആളിനെ തുണി ഉപയോഗിച്ച് സ്ട്രാങ്കുലേഷൻ നടത്തുകയും കൊലപ്പെടുത്തി. കേട്ടോ നിങ്ങൾ, ഈ സഹോദരിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തലയിൽ തട്ടമിട്ട് ഒരു മുസ്ലിം പെണ്ണ് എന്നുള്ള ഫോട്ടോകളൊക്കെ രൂപത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഒരാൾ തലയിൽ തട്ടട്ടു, ഫർദട്ടു, അല്ലെങ്കിൽ തലയിൽ കെട്ടി ഒരു തൊപ്പിയിട്ട്, ഇതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകുന്നില്ല. അവന്റെ ഹൃദയത്തിലുള്ള ഈമാനും ഹൃദയത്തിന്റെ ഈമാനിക ഇസ്ലാമിക ആവേശം കൊണ്ടാണ് ഒരാൾ ഇസ്ലാമിൽ പൂർണ്ണമാകുന്നതും മുസ്ലിം ആകുന്നതും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തിന്റെ പല വിഷയങ്ങളും മുസ്ലിം അല്ലേ, അങ്ങനെ തന്നെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഉള്ളത് മുസ്ലിം എന്ന് പറയണമെങ്കിൽ അതിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അതിന് ഇസ്ലാം എന്ന് പറയുന്നു, അത് അംഗീകരിക്കുന്ന ഒരാൾക്കാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സഹോദരിയുടെ വിഷയം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ആ സഹോദരിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. മദ്യപിക്കുന്നു, ഇസ്ലാമിന്റെ മദ്യപാനിയുടെ അവസ്ഥ, മദ്യപാനത്തിന്റെ അവസ്ഥയൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഇസ്ലാം അംഗീകരിക്കുന്നതാണോ അതോ ഇസ്ലാം വെറുക്കുന്ന കാര്യമാണോ മദ്യപാനം എന്നത്? അപ്പൊ ആ സ്ത്രീക്ക് ഒരു സ്വഭാവമുള്ളത്, ആ സ്ത്രീ മദ്യപിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കേസ് നടക്കുമ്പോഴും 2 പേര് റൂമിൽ മദ്യപിച്ചിട്ടുണ്ട്. തന്റെ ആദ്യത്തിലുള്ള ഒരു കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഈ സഹോദരി പോവാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമുണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിലാണ് അവിടുന്ന് മദ്യക്കുപ്പി എടുത്തിട്ട് തലക്കടിക്കുന്നു, അങ്ങനെ ബോധം കെട്ട് വീഴുകയും അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ, അങ്ങനെയാണ് ഈ സഹോദരിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് അവിടുന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത്. നോക്കുമ്പോൾ ആ കുട്ടിയോട് ഇങ്ങനെ ഒരു സ്നേഹം, ഒരു വാത്സല്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സഹോദരിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? തനിക്ക് ജനിച്ചൊരു കുട്ടി അവിടെയുണ്ട്. ആ കുട്ടിയെ കാണാൻ പോകുന്ന തർക്കാണ്. ഈ കുട്ടിയെ കാണാൻ പോകുന്ന തർക്കത്തില്
എങ്ങനെയാണ് അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടാകുന്നത്? ആ കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യം ഉണ്ടെങ്കിൽ ഒരിക്കലും സത്യം പറഞ്ഞാൽ ഒരു ഉമ്മ എന്നുള്ള നിലക്ക് ഈ ഒരു അവിഹിത ബന്ധത്തിന് ഈ സഹോദരി മുതിരില്ല. നമുക്കറിയാം, അവിടെ ഈ ജോബിൻ ജോർജ് എന്ന് പേരുള്ള ഒരാൾ, അസ്മിന എന്ന് പേരുള്ള ഒരു വ്യക്തി, ഇത് രണ്ടും തന്നെ ഇസ്ലാമിക നിയമപ്രകാരം നിക്കാഹ് വരെ സഹിയാകുന്നതല്ല, ഇതിന്റെ വ്യഭിചാരം എന്നാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരൊന്ന് മനസ്സിലാക്കി നോക്കൂ, ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. എന്നിട്ട് അവസാനം അവിടുമായി ബന്ധപ്പെടുമ്പോഴും മറ്റുമൊക്കെ വ്യഭിചാരമാണ് അവിടെ നടക്കുന്നത്. എന്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ, ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനത്തെ സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും തന്നെ ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാത്തത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനത്തെ കേസുകളും കൊലപാതകങ്ങളും കൊലയുമൊക്കെ ആയിട്ട് പല വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇതിനെ വീണ്ടും ഇങ്ങനത്തെ കേസുകളെ മനസ്സിലാക്കാതെ പോകുന്നത് എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതത്തോടു കൂടെ നമുക്ക് ചോദിക്കാനുള്ളത്. മറ്റുള്ളവരുടെ ജീവിതങ്ങളും മറ്റുമൊക്കെ നമുക്കൊരു ഗുണപാഠാണ്. നമ്മൾ എങ്ങനെയാകണം, എന്താകണം എന്നതിനുള്ള നന്മ ചെയ്യുന്നവരുടെ നന്മയിലേക്ക് നോക്കിയിട്ട് ഇതുപോലെ പ്രയാസങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് നഷ്ടപ്പെട്ടത്, പരാജയപ്പെട്ടതായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോയ ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഞാനത് ചെയ്താൽ എനിക്കും പരാജയം വരും, എനിക്കും പ്രയാസം വരും എന്ന് മനസ്സിലാക്കി അങ്ങനത്തെ ജീവിതവുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നന്മ ചെയ്യുന്നവരുടെ ജീവിതവും നമുക്ക് ഗുണപാഠമാണ്, തിന്മയിലൂടെ കടന്നുപോയി പരാജയപ്പെട്ടവരുടെ ജീവിതവും നമുക്ക് ഗുണപാഠമാണ്. ഇതാകണം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. അല്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ തോന്നിയതുപോലെ ജീവിച്ചാൽ ഇതുപോലത്തെ അവസ്ഥ നമുക്കൊക്കെ വരും. അല്ലാഹു തആല നമ്മെയും നാം ബന്ധപ്പെട്ടവരെയും നമ്മുടെ സഹോദരിമാർ മറ്റുള്ളവർ അവരൊക്കെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ.